ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കേണ്ടത് ഇപ്പോൾ തന്നെയാണ്. അടുത്ത നിമിഷം എങ്ങനെയിരിക്കും, എന്താകുമെന്ന് ആർക്കും അറിയുകയില്ല. കഴിഞ്ഞ കാലം നമുക്ക് കഴിഞ്ഞുപോയി, അതിനെ തിരിച്ചു കൊണ്ടുവരുവാനും സാധിക്കുകയില്ല. വരാനുള്ളതോ വന്നിട്ടുമില്ല. പിന്നെ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്നത് ഇപ്പോഴുള്ള ഈ സമയമല്ലേ? ഇപ്പോഴുള്ള ഈ സമയം നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. അതിനാൽ നമ്മൾ ഈ ദേഹം ഉപേക്ഷിച്ചാൽ നേടേണ്ടത് നേടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് മനുഷ്യജന്മം തന്നെ കിട്ടുമോ എന്നും അറിയില്ല. അതുകൊണ്ട് ഒരു കവി പറയുക, മരിക്കുകയിൽ പിന്നെ മനുഷ്യജന്മം ലഭിക്കുമെന്നുള്ളതിനെന്തുറപ്പാം. മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യജന്മം കിട്ടും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അല്ലെങ്കിൽ ഏതോ പരിതസ്ഥിതിക്കൂ മധ്യത്തിലായാലും അതീവ ശോച്യം. ഏറ്റവും ഉയർന്നതുമല്ല ഏറ്റവും താഴ്ന്നതുമല്ലാത്ത ഒരവസ്ഥയിലാണ് വരുന്നതെങ്കിലും അത്യന്തം ദുഃഖകരമായിരിക്കും. എന്നാൽ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഇതോർത്തു യത്നിച്ചിടേണം മനുഷ്യൻ, വയ്യാതെയാ മുമ്പിൽ വിവേകപൂർവം. നശിപ്പതാകട്ടെ വിമുക്തി പോലും നേടാവതാമീയുടലുള്ള കാലം. ഈ ഉടൽ, ഈ ദേഹം ഉള്ള കാലത്തെ ഇതൊക്കെ നേടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ നാം എന്ത് ചെയ്യണം? യത്നിക്കണം. എന്തിനു വേണ്ടി? ഈ ഭവരോഗത്തിൽ നിന്നും മോചിതമാകാൻ വേണ്ടി. നമ്മുടെ മനസ്സിനെ നമ്മൾ സ്വാധീനമാക്കണം. വിഷയങ്ങളുടെ പുറകെ ഓടി അലയുന്ന മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നീ മനമേ, മങ്ങി മയങ്ങി വലഞ്ഞുകൊള്ളാതെ തിങ്ങുന്നൊരാനന്ദം തന്നിൽ സാദാ മുങ്ങിയിടാം ചെങ്ങാതി മനമേ നിവാവാം. ഇതാണ് ഒരു യോഗീശ്വരൻ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അങ്ങും ഇങ്ങും ഓടിയലയുന്ന മനസ്സേ, നീ തിങ്ങുന്ന ആനന്ദം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ അന്തർഭാഗത്തിരിക്കുന്ന ആത്മഭാവത്തിലേക്ക് നീ പോകൂ. അവിടെയും ഇവിടെയും അലഞ്ഞാൽ നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് മനസ്സിലാക്കി, അതാണ് ഇതോർത്തു യത്നിച്ചിടേണം മനുഷ്യൻ. മനുഷ്യൻ ഇതൊക്കെ മനസ്സിലാക്കി പരിശ്രമിക്കണം. എന്ത്? നമ്മുടെ മനസ്സിനെ ആത്മോന്മുഖമായി തിരിക്കാൻ. മനസ്സ് വിഷയങ്ങളിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുമ്പോൾ ആ വിഷയങ്ങളുടെ അനിത്യതയെ ബോധിച്ച് നിത്യമായതിലേക്ക് നാം തിരിച്ചുവിടണം. നിത്യമായതിനെ നിരന്തരം ഭാവന ചെയ്തുകൊണ്ട് വേണം ഈ വിഷയങ്ങളുമായി നാം സമ്പർക്കം പുലർത്താൻ. ഇതോർത്തു യത്നിച്ചിടേണം മനുഷ്യൻ, വയ്യാതെയാകുന്നതിന് മുമ്പേ. വയ്യാതെയാം എന്ന് പറഞ്ഞാൽ പല രോഗം കൊണ്ടും അവശമാകുന്നതിന് മുമ്പേ, ശരീരം ദുർബലമാകുന്നതിന് മുമ്പേ വേണം നമ്മൾ മോക്ഷത്തിനായിട്ട് യത്നിക്കാൻ. ഇതോർത്തു യത്നിച്ചിടേണം മനുഷ്യൻ, വയ്യാതെയാ മുമ്പിൽ വിവേകപൂർവം. വയ്യാതെയാകുന്നതിന് മുമ്പേ വിവേകത്തോടു കൂടി നമ്മുടെ മനസ്സിനെ നമ്മൾ ആത്മോന്മുഖമായി തിരിക്കണം. ഇതോർത്തു യത്നിച്ചിടേണം മനുഷ്യൻ, വയ്യാതെയാ മുമ്പിൽ വിവേകപൂർവം. നശിപ്പതാകട്ടെ വിമുക്തി പോലും നേടാവതാമീയുടലുള്ള കാലം. ഈ ഉടൽ, നമ്മുടെ ഈ ശരീരം നശിക്കുന്നതാണെങ്കിലും ഇത് നശിക്കുന്നതിന് മുമ്പേ പരമസത്യം അറിയാൻ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഉപകരണമാണിത്. ഇത് നശിക്കുന്നതാണെങ്കിലും ഇതുകൊണ്ട് നേടാൻ കഴിയുന്നത് മഹത്തായതാണ്. അതാണ് നശിപ്പതാകട്ടെ. ഇത് നശിക്കുന്നതായിക്കോട്ടെ,
വിമുക്തി പോലും നേടാവതാമീ ഉടലുള്ള കാലം. നശിക്കുന്നതാണെങ്കിലും നമ്മുടെ ഈ ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണെങ്കിലും വിമുക്തി മാർഗം നേടാൻ സാധിക്കുന്ന അമൂല്യമായ ഉപകരണമാണ് മർത്യദേഹം. മർത്യദേഹമുള്ളപ്പോൾ, അതിനാരോഗ്യമുള്ളപ്പോൾ, ചിന്തിക്കാനുള്ള കഴിവുള്ളപ്പോൾ നമ്മുടെ മനസ്സിനെ ആത്മോന്മുഖമായി നാം തിരിച്ചു വിടണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ആ ധന്യതയാണ് നമുക്ക് ഓരോരുത്തർക്കും കൈവരിക്കേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതോർത്തു യത്നിച്ചിടേണം മനുഷ്യൻ. വയ്യാതെയ മുമ്പിൽ വിവേകപൂർവം നശിപ്പതാകട്ടെ വിമുക്തി പോലും നേടാവതാമീയുടലുള്ള കാലം. ശരീരം നശിക്കുന്നതാണെങ്കിലും ഈ ദേഹമുള്ള കാലം നമുക്ക് ആ പരമമായ സത്യത്തെ അറിയാൻ പറ്റുന്നതാണ്. അതിന് പറ്റിയ ഉപകരണം കൂടിയാണിത്. മനുഷ്യ ശരീരം സൃഷ്ടിച്ചപ്പോഴാണ് ബ്രഹ്മദേവൻ, അതായത് സൃഷ്ടികർത്താവ്, സന്തുഷ്ടനായത്. കാരണം ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ആ പരമസത്യം ബോധിക്കാൻ സാധിക്കുന്നതാണ്.